നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീണ്ടും വീണ്ടും കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്തിനാ ശാലി ഞങ്ങൾ ഇങ്ങനെ വഞ്ചിക്കുന്നേ? നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? പറ. സത്യയുടെ അച്ഛൻ ആരാന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തരാതെ ഒരാളും വിശ്വസിക്കാത്ത കുറെ കള്ളങ്ങൾ പറയുന്നു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക സത്യാമ്മയും വിഷ്ണുവേട്ടനും. ഇനി ഈ തെളിവുകൾ മാത്രമാ ആകെയുള്ളൊരു പിടിവള്ളി. ശാലിനി പറയുന്നതിൽ വല്ല സത്യം ഉണ്ടാവോ? തെളിവ് കാണിക്കാന്നല്ലേ പറഞ്ഞേ? ഈ പറയുന്നതെല്ലാം സത്യമാവണേ ദൈവമേ. എടാ, ഇനി ശാലിനെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് പോയി നോക്കാം. വാ വക്കീലേ. ഇതിനകത്തുണ്ടായിരുന്നതാണല്ലോ. ഞാൻ ബാഗിലാക്കി വണ്ടിയിൽ വെച്ചതുവാ. ഈശ്വര, പിന്നെ ഇതെവിടെ പോയി? രാമേട്ടാ. മോളെ, എന്താ മോളെ? ഇതിനകത്തൊരു ബാഗ് ഉണ്ടായിരുന്നു, അതെവിടെ? അയ്യോ, ഞാൻ കണ്ടില്ല മോളെ. ശ്രദ്ധിക്കണ്ടേ രാമേട്ടാ? ഈശ്വര, അതാരോ വന്ന് എടുത്തോണ്ട് പോയി. ഈശ്വര, ഞാനിനി അവരോട് എന്താ പറയാ? ഈശ്വര, ഇതിനകത്ത് ബാഗില്ലല്ലോ മോളെ. ഇപ്പൊ പടവെട്ടെന്ന് പറഞ്ഞു പോയ ആളാണല്ലോ. ഇതിപ്പോ ഇഞ്ചി തിന്ന കൊരങ്ങിനെ പോലെയാണല്ലോ നിൽപ്പ്. കഷ്ടം. എന്തൊക്കെ പുകിലായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ വല്ലാത്തൊരു ഭാവമായിരുന്നു അല്പം മുൻപ് വരെ ആ മുഖത്ത്. ഇതിപ്പോ ഇനി ഇവരെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ പെടാപ്പാട് പെടണം. ഇവക്കിപ്പൊ കഷ്ടകാലമാ. എവിടെ തെളിവ്? തെളിവ് എവിടെയെന്ന്? വിഷ്ണുട്ടാ, അത് കാറിൽ വെച്ചിരുന്ന ബാഗിലായിരുന്നു വീക്കും ഡ്രസ്സും ഒക്കെ. അതിപ്പോ കാണുന്നില്ല. വിഷ്ണു, ഇവള് പഠിച്ച കള്ളിയാ. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതിരിക്കാൻ ഇവൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളാ ഇതൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ തെളിവ് കൊണ്ടുവരാന്നും പറഞ്ഞു പോയവള് കൈയും വീശിക്കൊണ്ട് വരുവോ? വീണ്ടും വീണ്ടും കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്തിനാ ശാലി ഞങ്ങൾ ഇങ്ങനെ വഞ്ചിക്കുന്നേ? നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? പറ. സത്യയുടെ അച്ഛൻ ആരാന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തരാതെ ഒരാളും വിശ്വസിക്കാത്ത കുറെ കള്ളങ്ങൾ പറയുന്നു. എന്നിട്ട് വിശ്വസിക്കാനായിട്ട് തെളിവുകൾ തരാന്ന് പറയണു. എന്നിട്ട് ഇപ്പൊ പറയാം അത് കാണാനില്ലെന്ന്. വിഷ്ണുട്ടാ,
വിഷ്ണുട്ട, ഞാൻ പറയുന്നത് സത്യ. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ തന്നെയാ ആൺവേഷത്തിൽ സത്യയുടെ അച്ഛനായിട്ട് വന്നത്. ആൺവേഷത്തിൽ നീയോ? കൊള്ളാം, നല്ല കഥ. കേട്ടില്ലേടാ, പുതിയ കഥ. നീ ഇതാരോടെ ഈ പറയുന്നേ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പോലും വിശ്വസിക്കില്ലല്ലോ. ശാലിനി മാഡം, മാഡം ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഒരു കളക്ടർക്ക് ചേർന്നതല്ല. നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിലും അതിനൊരു നേരുണ്ടാവണം. അത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നേര്. ആ നേര് സത്യമല്ലെങ്കിലും കോടതിയിൽ ഒരു വിലയുണ്ടാവണം. പക്ഷേ അത് പറഞ്ഞു ഫലിപ്പിക്കുന്നിടത്താണ് വിജയം. ഇവിടെ അതിൽ മാഡം അമ്പെ പരാജയപ്പെട്ടു. എന്റെ മകന് ഇനി നിന്നെ വേണ്ട. അവന്റെ മനസ്സെനിക്ക് കാണാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആ വക്കീല് തരുന്ന പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരണം. പ്രകാശേ, വേറെ പേപ്പറുകൾ കൊണ്ടുവരാൻ അറേഞ്ച് ചെയ്യണം. ശരി സത്യാമ്മേ. ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഒപ്പിട്ട് തരും. ഇല്ല, വിഷ്ണുട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് പോലും. മരണം വരെ ഞാൻ വിഷ്ണുട്ടന്റെ ഭാര്യയായിരിക്കും. എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എടി, ആ ഭർത്താവിന് നിന്നെ വേണ്ടെന്നാ പറയുന്നത്. വിഷ്ണുട്ട, ദയവേദന വിശ്വസിക്കരുത്. സത്യമോൾക്ക് വേണ്ടിയാ ഞാൻ. മാഡം, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത് എവിടെയും എത്തില്ല. മാഡത്തിന് വേറെ ജീവിതമുണ്ട്. ഇവർക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. അപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? അതിന് സമ്മതിക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ വിഷ്ണുവേട്ടനെ മാത്രമാ. പിന്നെ വിഷ്ണുട്ട, സംഭവിച്ചതൊക്കെ അത് വേറെ സാഹചര്യ. വിഷ്ണുട്ടി, എന്ത് സാഹചര്യമാടി നീ പറയുന്നേ? പറയടി, എന്ത് സാഹചര്യം നിനക്ക്? നീ വിവാഹം കഴിച്ചു. അയാൾ ആ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത്, റെസ്റ്റോറന്റിൽ വന്നത്, നിന്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു പിടിക്കാനാ നീ ഇല്ലാ കഥകളൊക്കെ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.